സ്വന്തമായി ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങൾക്ക് ആകെയുള്ള ഭൂമി അത് പാഡി ലാൻഡ് എന്നോ വെറ്റ് ലാൻഡ് എന്നോ എന്ന ഗണത്തിൽപ്പെട്ട് നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയാതെ നിങ്ങൾക്കൊരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹം നടത്താൻ കഴിയാതെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിൽ പലർക്കും അറിയില്ലാത്തത് കൊണ്ട് തന്നെ നീണ്ടുപോകുന്ന ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? കേരള ഹൈക്കോടതിയിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾ 226 ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്യാവുന്നതാണ്. ഇതിൻ പ്രകാരം നിങ്ങളുടെ അപേക്ഷ ലോങ് പെൻഡിംഗ് ആയി വർഷങ്ങളോളം അത് പെൻഡിംഗ് ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾ 226 ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപ്രകാരം കോടതി ഉത്തരവാക്കുകയും വിത്തിൻ എത്ര മന്ത് ആണോ പറയുന്നത്, 3 മാസമാണെങ്കിൽ 3 മാസം, 1 മാസമാണെങ്കിൽ 1 മാസം, അതിനുള്ളിൽ തന്നെ തീർപ്പ് കൽപ്പിക്കുവാനായി കോടതിക്ക് ഉത്തരവ് ഇടാവുന്നതാണ്. രണ്ടാമതായി, നിങ്ങളുടെ ഈ അപേക്ഷ റിജക്ട് ചെയ്തുകൊണ്ട് കൃത്യമായി പ്രോപ്പർട്ടി സ്ഥലം വന്ന് അന്വേഷിക്കാതെയും ഭൂമിയുടെ ഘടന പരിശോധിക്കാതെയും റിജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഉദ്യോഗസ്ഥൻ പാസ്സാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് കേരള ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാവുന്നതാണ്. ആ ഓർഡറിനെ ചലഞ്ച് ചെയ്ത് ഒന്നുകൂടെ അത് കൺസിഡർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും നമുക്ക് റിട്ട് ഹർജി സമർപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വീടുണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹവുമായി നിൽക്കുന്ന ആളാണെങ്കിൽ അത് നടക്കാതിരിക്കുന്നതിനുള്ള കാലതാമസത്തെ ഇല്ലാതാക്കി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ ആഗ്രഹം സാധിപ്പിക്കുന്നതിനായി ഇത്തരം നിയമ നടപടികൾ സ്വീകരിക്കുക.